ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല വൈറലായിട്ടുള്ള ഇഫ ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ചീസി ആൻഡ് ക്രീമി ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാവും. എന്നാൽ നമുക്കും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. എന്നാവാ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് 1 കിലോ ഫ്രഷ് ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ആദ്യം തന്നെ ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മസാലയ്ക്ക് ഉള്ളിൽ നല്ലോണം പിടിക്കും. അതുകൊണ്ടൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ കത്തി ഉപയോഗിച്ചിട്ടോ മറ്റോ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിലില്ലേ ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ടും എടുക്കാം. കാണാൻ ഭംഗി മുഴുവനായിട്ട് എടുക്കുമ്പോഴത്തേക്കാണ്, പക്ഷേ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഗരം മസാല പൊടിയും ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്രീം നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 സ്ലൈസ്ഡ് ചീസ്, കുറച്ച് ഫ്രഷ് ക്രീം, ഒരു 1/4 കപ്പ് ഫ്രഷ് മിൽക്ക്, 1/4 കപ്പ് തന്നെ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല. ഇതിലും തിക്കായാലും നമ്മൾ ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും ഒന്നും കൂടി തിക്കാവും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരു സൈഡ് മൊരിഞ്ഞ് വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ടെടുക്കാം. ഒരുപാട് വെന്ത് കരിഞ്ഞു പോവാതെ നോക്കണം. ആവശ്യത്തിന് മാത്രം ഫ്രൈ ചെയ്താൽ മതി. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് ഉണ്ടാകുമ്പോഴത്തേക്കാണ് ആ ക്രീം ഒഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് വരുന്നത്. ഒരുപാട് കരിഞ്ഞു പോയാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ക്രീം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഒഴിച്ചു കൊടുക്കാം. മാക്സിമം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ക്രീം എത്തുന്നത് പോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ചീസി ക്രീമി ആയിട്ടുള്ള ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീം ചിക്കൻ്റെ എല്ലാ ഭാഗത്ത് എത്തുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.